ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ 8 ഡിവിഷനിൽ നിന്ന് ഈ കുറി മത്സരിക്കുന്ന UDF-ന് വേണ്ടി മത്സരിക്കുന്നത് ഫൈസൽ ടീച്ചറാണ്. സ്വാഭാവികമായിട്ടും ഈ വാർഡ് ബ്ലോക്ക് വിഭജനം വന്നതിന് ശേഷം അല്ലേ ആദ്യത്തെ ഒരു മത്സരത്തെയാണ് നേരിടുന്നത്. പുതുമുഖമാണ്, പുതുമുഖ സ്ഥാനാർത്ഥിയാണ് UDF ഇറക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് കൂടുതൽ ചോദിച്ചറിയാം, എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? ഞാനൊരു ടീച്ചറാണ്, ഷൈഫിദ ടീച്ചർ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഒരു 13 വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ വന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം പുലർത്താനായിട്ട് ടീച്ചർക്ക് സാധിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ഷൻ ഏത് വീട്ടിൽ പോയാലും അവിടെ ഒരു കുട്ടി എവിടെയാലും ശിക്ഷ സമ്പത്തുണ്ട്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ആളുകൾ ഈ ഒരു 2-3 ആഴ്ച വീടുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടിയ ആ ഒരു അനുഭവ സമ്പത്തേക്കാൾ ഉപരി ഇമ്പാക്റ്റ് ആണ് ശരിക്കുള്ളത്. ഞാൻ ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ആദ്യം അറിയാം, നമുക്കിതൊരു പുതിയ ഡിവിഷനാണ്, പ്രത്യേകിച്ച് പുതുമുഖമാണ്, മുന്നിലേക്ക് ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു ഡിവിഷൻ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ മജിദിക്കാരുടെ പ്രദാനം ചെയ്യുന്ന ഈ വാർഡടക്കം നിരവധി വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. തൊട്ട് പുറകിൽ നിൽക്കുന്നത് പഴയകാല ഒരു മെമ്പറുമാണ്. അവരൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാവാം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമത്തേക്കാൾ ഉപരിയായിട്ട് കുടിവെള്ള പ്രശ്നമുണ്ടാവും. അതിനേക്കാൾ ഉപരിയായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഡിവിഷനാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് തരണം ചെയ്ത് പുതിയതായിട്ടുള്ള ആശയം എന്താണ്? ആശയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാർഷിക മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിലെ ആ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഈ ബ്ലോക്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഏരിയ ആണെങ്കിലും ഇവിടെ ആയാലും കുടിവെള്ളക്ഷാമമാണ് രൂക്ഷം. എൻ്റെ ലൈൻ പൈപ്പിലൊക്കെ 1-2-3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാരം ബ്ലോക്കിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള ഒരു വാക്ക്. മികച്ച വിജയത്തിലേക്കാണല്ലേ? അതെ, പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. മികച്ച വിജയം തന്നെയാണ്. മജിദിക്കായാലും ഞങ്ങൾക്കായും ഞങ്ങൾ കൂടെ ഉള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും മികച്ച വിജയം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തുതന്നെയാണെങ്കിലും ഒരു കടുത്ത മത്സരത്തിനാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ഡിവിഷൻ കൂടിയതിന് ശേഷം പുതുമുഖ സ്ഥാനാർത്ഥികളെ അടക്കം മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഏറെ പ്രതിസന്ധികളുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് ഇവർ നേരിടാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ കുറി തെരഞ്ഞെടുപ്പ് അത്ര കണ്ട് സുഖകരമായി ജയിച്ച് കയറാമെന്ന് ഒരു സ്ഥാനാർത്ഥിക്കും ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല. കാരണം നിലവിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ ഫലവത്തായിട്ട് നേരത്തെ നമ്മളോട് സംസാരിച്ച മജിദിക്ക അടക്കം ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്ന് ഉള്ളിൽ വലിയൊരു ആശയം വെച്ചിട്ട് തന്നെയാണ് ഇവരൊക്കെ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള മികച്ച ആശയങ്ങളെല്ലാം ഫലത്തിലേക്ക് എത്തിക്കുവാനാവട്ടെ. അത് മുഖേന വാർഡും ഈ ഡിവിഷനും എല്ലാം കൂടുതൽ വികസനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മീഡിയ4 ആശംസിക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും മീഡിയ4ൻ്റെ ആശംസകൾ നേരുകയാണ്. ജയിച്ചു വാ മക്കളെ എന്നാണ് ഞങ്ങൾ പറയുന്നത്, മറ്റൊന്നുമല്ല. വാർത്തകൾക്കപ്പുറം നിന്നുകൊണ്ട് സൗഹൃദത്തിൻ്റെ ഒരു വേലിക്കെട്ട് ഞങ്ങൾക്കുണ്ട്. സൗഹൃദം തീർത്ത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ ആ സമയം മുതൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ജനകീയമായ വിഷയത്തിലൂടെയാണ് കടന്നു വന്നത്. അതിനുശേഷം സ്ഥാനാർത്ഥിക്കൊപ്പം ഒടുവിൽ തദ്ദേശ പോര് എന്ന 4 ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലെയും പ്രതിനിധികളടക്കം ഇരുന്നുള്ള ചർച്ച വരെ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പക്ഷം പിടിക്കുവാനോ അവർ ഉയർത്തിക്കെട്ടുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. മറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആര് ജയിച്ചു വന്നാലും ഈ നാടിൻ്റെ നന്മയ്ക്ക് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അപ്പോൾ വീണ്ടും ഇവർ പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ആശംസകളും മീഡിയ4 നേരുകയാണ്.